ഏഷ്യൻ ഗെയിംസ് 2020 ടൂർണമെന്റിനുള്ള ഇന്ത്യൻ പ്ലേയിംഗ് 11 48 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന വാർത്തകൾ വന്നു തുടങ്ങിയിട്ട് കുറച്ചധികം നേരങ്ങളായി. എല്ലാവരും വളരെ വിശദമായി ഈ ഒരു വാർത്തയ്ക്ക് കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് കണ്ണും പൂട്ടി സമ്മതിക്കാനും സാധിക്കും. ജപ്പാനിൽ നടക്കുന്ന മത്സരങ്ങൾക്കായി വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസണോ ഇഷാൻ കിഷനോ എന്ന വലിയ ചോദ്യമാണ് സെലക്ടർമാർക്ക് മുന്നിലുള്ളത്. ജപ്പാനിലെ മെല്ലപ്പോക്ക് പിച്ചുകളിൽ ഇന്ത്യയുടെ തന്ത്രങ്ങൾ എന്താകുമെന്ന് തീരുമാനിക്കുന്നതിൽ ഈ വിക്കറ്റ് കീപ്പർ തിരഞ്ഞെടുപ്പ് നിർണായകമാകും. ഐച്ചി നഗോയയിൽ നടക്കുന്ന പരിശീലന സെക്ഷനുകളിൽ പ്ലേയിംഗ് 11-ൽ ഇടം പിടിക്കാനായി രണ്ട് താരങ്ങളും കടുത്ത പോരാട്ടത്തിൽ തന്നെയാണ്. കൊറോഗെ സ്പോർട്സ് പാർക്കിലെ വേഗം കുറഞ്ഞ പിച്ചിൽ ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് പിച്ചുമായി പെട്ടെന്ന് പൊരുത്തപ്പെടേണ്ടിയും വരും. പവർ പ്ലേ ഓവറുകളിൽ ഇടം കയ്യൻ തല്ലുകാരനായ ഇഷാൻ കിഷന്റെ സാന്നിധ്യം ടീമിന് വേഗത്തിൽ റൺസ് ഉയർത്താൻ കരുത്താകും. എന്നാൽ മിഡിൽ ഓവറുകളിൽ മികച്ച സ്പിൻ ബൗളിംഗ് ശാന്തമായി നേരിടാനുള്ള കഴിവാണ് സഞ്ജു സാംസന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയാം. സ്റ്റംപിനോട് ചേർന്ന് നിന്ന് ലെഗ് സൈഡിലേക്ക് പോകുന്ന പന്തുകൾ സുരക്ഷിതമായി കൈപ്പിടിയിലാക്കുന്നതിലും സഞ്ജു മിടുക്കനാണ്. ചുരുക്കത്തിൽ ശരിയായ വിക്കറ്റ് കീപ്പറെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ മിഡിൽ ഓർഡറിനും ഫീൽഡിനും ഒരുപോലെ കരുത്താകും. എതിരാളികളുടെ ബൗളിംഗ് നിരക്കെതിരെ ഓരോ കളിക്കാരന്റെയും സാധ്യതകൾ കോച്ചിംഗ് സ്റ്റാഫിന് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. പവർ പ്ലേ ഓവറുകളിൽ പേസ് ബൗളർമാർക്കെതിരെ തുടക്കത്തിലെ ആധിപത്യം സ്ഥാപിക്കാൻ ഇഷാൻ കിഷൻ സാധിക്കും. എന്നാൽ പിച്ച് മന്ദഗതിയിലാവുക, പന്തിന് ഗ്രിപ്പ് കിട്ടാൻ തുടങ്ങുക ചെയ്യുമ്പോൾ പൊരുതി ജയിക്കേണ്ട സാഹചര്യങ്ങളിൽ സഞ്ജുവിന്റെ സാന്നിധ്യം നിർണായകമാണ്. സ്പിന്നർമാർക്കെതിരെ സഞ്ജു റൺസ് കണ്ടെത്തുന്നത് ലോവർ ഓർഡർ ബാറ്റർമാർക്ക് സമ്മർദ്ദമില്ലാതെ കളിക്കാൻ വഴിയൊരുക്കും. ഇന്നിംഗ്സിലുടനീളം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നിലനിർത്തുന്നത് ടീം ബാലൻസിനേറെ അത്യാവശ്യമാണ്. ഇഷാൻ കിഷൻ കളിക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡറിൽ ഇന്ത്യക്ക് ഒരു അഗ്രസീവ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററെ ലഭിക്കും. എന്നാൽ സഞ്ജു സാംസൺ ഇറങ്ങിയാൽ സ്പിന്നിനെതിരെ കളിക്കാൻ കെൽപ്പുള്ള ബാറ്ററിലൂടെ മിഡിൽ ഓർഡർ കൂടുതൽ കരുത്തുറ്റതാകും. ഇതിനു പുറമെ വിക്കറ്റ് പിന്നിൽ നിന്നുള്ള കൃത്യമായ DRS നിർദ്ദേശങ്ങളും നിർണായക മത്സരങ്ങളുടെ ഗതി മാറ്റിയേക്കാം. സമയപരിധി അടുത്തിരിക്കെ ടീം ഇന്ത്യക്ക് തങ്ങളുടെ അന്തിമ തന്ത്രം വേഗത്തിൽ തീരുമാനിക്കേണ്ടതുണ്ട്. ജപ്പാനിലെ പിച്ച് സാഹചര്യങ്ങളിൽ മികച്ച വിക്കറ്റ് കീപ്പിംഗും സ്പിന്നിനെതിരെയുള്ള മികച്ച ബാറ്റിംഗ് വിജയത്തിന് അത്യാവശ്യവുമാണ്. പവർ പ്ലേയിലെ ഇഷാൻ കിഷന്റെ തകർപ്പൻ പ്രകടനമാണോ അതോ മിഡിൽ ഓവറുകളിൽ സ്പിന്നർമാർക്കെതിരെയുള്ള സഞ്ജുവിന്റെ സ്ഥിരതയാണോ ഇന്ത്യ തിരഞ്ഞെടുക്കുകയെന്ന് ടൂർണമെന്റിലെ പ്രകടനത്തെ സ്വാധീനിക്കും. നഗോയിലെ ആദ്യ മത്സരത്തിന് മുന്നോടിയായുള്ള പരിശീലനത്തിന് മുൻപ് തന്നെ BCCIയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്നത്. എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ആവേശത്തോടെ നോക്കുകയും ചെയ്യുന്നത്.